ഹലോ ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഗെയിമിനകത്താണെങ്കിൽ മൾട്ടിപ്ലെയറിന്റെ ഫീച്ചർ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴും കുറച്ച് പേർക്ക് ഇപ്പൊ 3-4 ദിവസം ആയി മൾട്ടിപ്ലെയർ ആഡ് ആക്കിയിട്ട്, പക്ഷെ ഇപ്പോഴും കുറച്ച് പേർക്ക് ഉള്ള കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ മൾട്ടിപ്ലെയറിൽ ജോയിൻ ആവാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ആവും. കാരണം ഇതിൽ ഞാൻ എങ്ങനെ മൾട്ടിപ്ലെയറിൽ ആഡ് ആവാം, അതിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാനിന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതേപോലുള്ള ബസ് സിമുലേറ്റർ കേരളന്റെ ട്യൂട്ടോറിയൽസും അതുപോലുള്ള ബസ് സിമുലേറ്റർ കേരള റിലേറ്റഡ് കണ്ടന്റ്സും എൻ്റെ ഈ ചാനൽ വരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഗെയിമിൽ കയറി ഈ ഒരു ഇന്റർഫേസ് വരുന്ന സമയത്ത് ഇവിടെ സൈഡിൽ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ സൈഡിൽ മൾട്ടിപ്ലെയർ ഗെയിം, അതിൽ നമ്മൾ മൾട്ടിപ്ലെയർ ആണ് കളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ മൾട്ടിപ്ലെയർ എടുക്കണം. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലെയർ ക്ലിക്ക് ചെയ്യണം. മൾട്ടിപ്ലെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലെയറിൽ ജോയിൻ ആവാൻ നമുക്ക് 7000 ഇൻ ഗെയിം ക്യാഷ് വേണം. 7000 ഇൻ ഗെയിം ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടോ, ഇത് കുറച്ച് കൂടുതലല്ലേ, ഇത്രയും റേറ്റ് വേണോ എന്നൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഗെയിം റണ്ണായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സംഭവം നമുക്ക് ആഡാക്കിയേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കുറഞ്ഞ റേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറെ ആൾക്കാർ മൾട്ടിപ്ലെയർ കളിക്കും. ഓക്കെ, അങ്ങനെ കുറെ ആൾക്കാർ മൾട്ടിപ്ലെയർ കളിക്കുന്ന സമയത്ത് നമുക്ക് സെർവറിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പം ഒരു കുറഞ്ഞ ഇതിന്റെ സെർവറാണ് എടുത്തിട്ടിരിക്കുന്നത്, നമുക്കിപ്പം സ്റ്റാർട്ടിങ്ങില്ലേ. അപ്പം ഈ ഒരു സെർവറിന് ലിമിറ്റ് ഉണ്ട്. അപ്പം ആ സെർവർ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ കൂടുതൽ പൈസ നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രൈസ് വെച്ചിരിക്കുന്നത് അങ്ങനെ എപ്പോഴും എല്ലാവരും കളിക്കാതെ ജസ്റ്റ് ഒന്ന് ട്രിപ്പൊക്കെ എടുത്ത് പൈസയൊക്കെ സെറ്റ് ആയിട്ട് കളിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കളിക്കണം എന്നുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നമ്മുടെ ഇൻ ഗെയിം സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ക്വിക്ക് ജോയിൻ വേണോ പ്രൈവറ്റ് റൂം വേണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ക്വിക്ക് ജോയിൻ ആണെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു റൂം ഇതായിട്ടായിരിക്കും. അതിനകത്ത് നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കത്തില്ല, റാൻഡം ആൾക്കാരുമായിട്ടുള്ള ഇതായിരിക്കും, അതിലായിരിക്കും നമ്മൾ ജോയിൻ ആവുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് റൂം ആണെങ്കിൽ ഇപ്പം ഞാൻ റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ ഡിയും പാസ്വേഡ് തന്നാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും റൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഐ ഡിയും പാസ്വേഡ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. അപ്പം ഇതിൻ്റെ ഒരു വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ജോയിനിൽ നമുക്ക് മോഡ് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. കാരണം ക്വിക്ക് ജോയിനിലും പല പല ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഏത് ബസ് മോഡാണ് ഇട്ടിരിക്കുന്നത് അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ BMR മോഡ് എൻ്റെ അതിനകത്ത് ഇട്ടിട്ടില്ല എങ്കിൽ എൻ്റെ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ BMR മോഡ് ഞാനിപ്പം BSK 3 കൊണ്ടാണ് റൂമിൽ ജോയിൻ ആവുന്നെങ്കിൽ ആ റൂമിലുള്ള ഒരാൾ BMR മോഡാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് അവിടെ ഇററും ബഗ്ഗും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ക്വിക്ക് ജോയിനിലും നമ്മൾ ആ ഒരു സംഭവം ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്വിക്ക് ജോയിൻ നമ്മൾ ജോയിൻ ആവുന്ന സമയത്ത് എൻ്റെ കയ്യിൽ BMR മോഡ് ഇല്ല. ഓക്കെ, അപ്പം എൻ്റെ ആ റൂമിലുള്ള ഒരാൾക്ക് BMR മോഡുണ്ട്. അപ്പം അവിടെ ഒരു ക്ലാഷ് വന്ന് നമുക്ക് എനിക്ക് BMR മോഡ് ഞാൻ ഇട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് BMR മോഡ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നോർമൽ ബസ്സായിട്ടായിരിക്കും അത് ഇവിടെ വരുന്നത്. ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സായിരിക്കാം, അങ്ങനെ ആയിട്ടായിരിക്കാം വരുന്നത്. അതുകൊണ്ട് ആണ് അത് റിമൂവ് ആക്കിയത്. ഇപ്പം നിങ്ങൾക്ക് BMR മോഡ് വെച്ചും ശ്രീചക്ര മോഡ് വെച്ചും നമ്മുടെ AVTR മോഡ് വെച്ചും ഒക്കെ മോഡ് വെച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് റൂം ക്രിയേറ്റ് ചെയ്യോ റൂമിലോട്ട് നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വെച്ച് ജോയിൻ ചെയ്യോ അങ്ങനെ വെച്ച് കളിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കുറേ പേരാണ് ചോദിച്ചു BMR മോഡൊന്നും ആഡാക്കാൻ പറ്റില്ല. കാരണം ഈ ക്വിക്ക് ജോയിനിൽ മോഡും സപ്പോർട്ടഡ് അല്ല. ഓക്കെ, പ്രൈവറ്റ് റൂമിൽ മാത്രമാണ് ഇപ്പം നമ്മൾ മോഡ് സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ക്രിയേറ്റർ ജോയിൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു റൂമിനൊരു നെയിം ഇടണം. ഞാൻ മിന്നലെന്ന് നെയിം ഇട്ടു ആൻഡ് ക്രിയേറ്റർ ജോയിൻ കൊടുത്തു. ഓക്കെ, ഫേസ് ഇടാൻ പാടില്ല, മിന്നലിൻ്റെ പേരിട്ടു, ക്രിയേറ്റർ ജോയിൻ റൂം കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് ഒരു ലോഡിങ് സ്ക്രീൻ വന്നിട്ട് നിൽക്കും. അത് ഏത് മാപ്പ് വേണോ സെലക്ട് ചെയ്യാൻ പറ്റും, മാപ്പ് 1 ആണോ മാപ്പ് 2 ആണോ സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം ഇവിടെ ഇന്ത്യ ഏഷ്യ എന്ന് വെച്ചാൽ 2 റീജിയൻസിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് പിങ് ഇതാക്കാനാണ്. അപ്പം ഇവിടെ ഏഷ്യയിലെ പിങ് ആണ് 126 MS, മറ്റേ 466 MS. അപ്പോൾ ഏഷ്യയാണ് കുറവ്. അപ്പം ജസ്റ്റ് ഒന്ന് ഏഷ്യ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ജസ്റ്റ് എന്തോ വിഷയം ഒന്നാണ്. ഓക്കെ, അപ്പം റൂം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റൂമിൻ്റെ നെയിം നമുക്ക് ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്
അവർക്ക് ഇതിനകത്തോട്ട് ജോയിൻ ആവാം. അങ്ങനെ 5 പേര് ജോയിൻ ആവുന്ന സമയത്ത് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരാളാണെങ്കിൽ 2 ആളാണെങ്കിലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ നമുക്കൊരു ഫ്രണ്ടിന് അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യണം, അത് നടക്കത്തില്ല. അതിപ്പോ നമ്മൾ തൽക്കാലം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ ഇടയ്ക്ക് ജോയിൻ ആയി പോകണമെന്ന് നടക്കത്തില്ല. ഇപ്പം റൂം തുടങ്ങുന്ന സമയത്ത് 5 പേര് വന്നാൽ ആ 5 പേർക്കും ഒരുമിച്ച് കളിക്കാനുള്ള ഓപ്ഷനാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ മൾട്ടിപ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലെയറിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്വിക്ക് ജോയിൻ കൊടുത്ത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. മറ്റേത് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമുക്ക് BSK3 എടുത്തിട്ട് ജോയിൻ ആയി കാണിക്കാം. BSK3 ഇട്ടിട്ടുണ്ട്, മൾട്ടിപ്ലെയർ എടുത്തു, നെക്സ്റ്റ് ക്വിക്ക് ജോയിൻ കൊടുത്തു. ക്വിക്ക് ജോയിനിലെ മാപ്പ് 2 ഏഷ്യ വെച്ച് സെലക്ട് ചെയ്തു. ക്വിക്ക് ജോയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജോയിൻ ആവാൻ നോക്കാം. ആരെങ്കിലും BSK3 വെച്ചാണ് ഗെയിം സ്റ്റാർട്ട്സ് ഇൻ 16-17 നോക്കാം. പ്ലേയേഴ്സും ജോയിൻ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഇനഫ് പ്ലേയേഴ്സ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞ് വന്നിട്ട്. ഇപ്പൊ പ്ലേയേഴ്സ് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ഗെയിം സ്റ്റാർട്ടായി ഗെയിമിനകത്തോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.